ഹലോ ഓൾ. അപ്പം നമ്മളൊരു റൈഡ് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ പലരും എന്നോട് ടയറിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ടയർ നമ്മൾ ഓൾമോസ്റ്റ് 3000+ കിലോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 3000 സംതിങ് ആയിട്ടുണ്ട് ഉറപ്പാണ്. അപ്പം ടയറിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളതിൽ എനിക്കൊരു പഞ്ചർ കിട്ടി. പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ല, നല്ല ഗ്രിപ്പുണ്ട്. ആക്ച്വലി ഇത് ഞാൻ ഒരു പെയർ എടുത്തത് 12K എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫിക്സിങ് ചാർജ് ഉൾപ്പെടെ അങ്ങനെ നോക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ ആൽഫയേക്കാളും നല്ലതാണെന്നാണ് യൂസ് ചെയ്തവരെല്ലാം പറഞ്ഞത്. അപ്പോളോ ആൽഫയേക്കാളും TVS പ്രോട്രോക്കാണ്. അപ്പം ആൽഫയേക്കാളും നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടിട്ടുള്ളത്. ഞാൻ അപ്പോൾ ആൽഫ യൂസ് ചെയ്തിട്ടില്ല. ഇതെനിക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര സുഖമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ടു ബാക്ക് മറ്റേ മിഷലിൻ ഡോട്ട് 5 ഇതുകൂടെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റായിട്ട് ഫീൽ ചെയ്യും. ഇത് ഇതിൻ്റെ താഴ്വശം ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനിയിപ്പം കോർണറിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല എന്താ പറയുക ഒരു റൗണ്ട് പ്രൊഫൈൽ ടയറാണ്. ആക്ച്വലി പക്കാ റൗണ്ട് പ്രൊഫൈൽ ടയറാണ്. അപ്പോൾ ഇതിൻ്റെ കോർണറിങ് നമുക്ക് എത്ര വേണമെങ്കിലും കേപ്പബിലിറ്റി ഉണ്ട്. റോഡിൽ നമുക്ക് പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. പക്ഷേ കോർണറിങ് ഗ്രിപ്പ് നല്ലോണം ഉണ്ട്. ഞാനിപ്പോൾ ഡ്രൈ ഗ്രിപ്പിലും ഓടിച്ചിട്ടുണ്ട്, വെറ്റിലും ഓടിച്ചിട്ടുണ്ട്. മഴയത്ത് 1-2 തവണ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല രീതിയിലുള്ള ഗ്രിപ്പാണ് എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ മിഷലിൻ ഡോട്ട് 5 അത്രയും നല്ലതാണെന്ന് ചോദിച്ചാൽ എനിക്കത് ഒന്നും പറയാനില്ല. കാരണം ആ പഞ്ചർ കിട്ടിയത് തന്നെ വല്ലാത്തൊരു അടിയായി പോയായിരുന്നു. ഒരു ദിവസം BR ഹിൽസിൽ നിന്ന് റൈഡ് വരുന്ന വഴിയാണ് നമുക്കന്ന് പഞ്ചർ കിട്ടിയത്. അതും മൊത്തം ഹൈവേ കൂടെ വരുന്ന വഴി. എന്താ പറ്റിയതെന്ന് അറിയില്ല. ഇടയ്ക്കൊരു ബ്രോക്കൺ പാച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് വല്ലതും കിട്ടിയതായിരിക്കും. എനിക്ക് റോഡ് സൈഡിൽ ഇതുവരെ ഒറ്റ പഞ്ചർ പോലും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എക്സ്ട്രീമിൽ പ്രോട്ടോക്കിൽ കിട്ടിയത്, യൂറോഗ്രിപ്പിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അക്കാര്യത്തിൽ പിന്നെ ബാക്കിയുള്ള ഗ്രിപ്പ് ഡ്രൈ ഗ്രിപ്പൊക്കെ അടിപൊളിയാണ്. അതേപോലെ ഞാൻ നല്ലോണം പുഷ് ചെയ്ത് ഓടിച്ചിട്ടുണ്ട്. നല്ല ഹൈ സ്പീഡിൽ ഓടിച്ചിട്ടുണ്ട്. പതുക്കെ പോയിട്ടുണ്ട്, ഓഫ് റോഡും പോയിട്ടുണ്ട്. ഇതിലൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം നൈസാണ്, നല്ല പെർഫോമൻസ് തന്നെയാണ്. ബ്രേക്കിംഗ് ആയാലും അടിപൊളിയാണ്. പാനിക് സിറ്റുവേഷനിലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. നല്ല ഗ്രിപ്പ് തന്നെയാണ് അപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. മഴയത്തും ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഓഫ് റോഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഫ്രണ്ടിൻ്റെ അവസ്ഥ. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടില്ലേ? റിയർ കാണിക്കും, കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഫ്രണ്ടിൽ 110 അതുപോലെ ബാക്കിൽ 150 സെക്ഷനും ഇടുന്ന വണ്ടികളുണ്ടല്ലോ. R310, KTMൻ്റെ ഡ്യൂക്സ്, RC, അതേപോലെ ഡോമിനോർ, ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ടയർ. ഒന്നാമത്തെ കാര്യം അവൈലബിലിറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. സോ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ടയർ ഇപ്പോഴും മിഷലിൻ ഡോട്ട് 5 തന്നെ ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഫ്ലെക്സിബിലിറ്റിയും അതേപോലെ ബഡ്ജറ്റും ഒക്കെ നോക്കുന്നവർക്ക് പ്രോട്രോക്ക് എക്സ്ട്രീം ഒരു നല്ല ഓപ്ഷനാണ്.